എൻ്റെ ഈ കാല് നിൽക്കുന്നത് തമിഴ്നാട്ടിലും ഈ കാല് നിൽക്കുന്നത് കേരളത്തിലും കേട്ടോ. ഈ രണ്ട് കാലിനൊരു തീരുമാനമായാലേ ഇവിടെ ഒരു സംഭവം നടക്കുള്ളൂ. അതിർത്തി തർക്കമാണത്. കാരണം നമ്മളെ താളൂര് ആ ചെക്ക് പോസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ കേരളത്തിൻ്റെതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന് രേഖകളുണ്ട് ഓൾറെഡി. 50 ലക്ഷം രൂപ നെന്മേനി പഞ്ചായത്ത് പാസ്സായ ബസ് വേ ഇവിടെ തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. പക്ഷെ എന്താ വെച്ചാൽ തമിഴ്നാടിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പിലെ ബോർഡാണ്. അത് കേരളത്തിലാണ് ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഭാഗം കേരളത്തിലും ഈ റോഡിൻ്റെ പകുതി അപ്പുറ ഭാഗം അവിടെ ഒരു കോഴിക്കട ഉണ്ട്, അത്ര ഭാഗം തമിഴ്നാട്ടിലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ കുറ്റി ഇത് ആദ്യത്തെ ചെക്ക് പോസ്റ്റിൻ്റെ കുറ്റിയാണ്. ഈ കുറ്റീൻ്റെ ഇപ്പുറ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ സ്പോട്ട്, ഇതാണ് ആ ബസ് സ്റ്റാൻഡ് സ്പോട്ട്. അവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ട്, അവിടെ നിറച്ച് പോലീസുകാർ ഇരിക്കുന്നുണ്ട്, കേരളത്തിലെ പോലീസുകാർ. ഇപ്പോൾ ഈ ഒരു ബോർഡാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വിഷയം. ഇതാ തമിഴ്നാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നൊരു ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് നിൽക്കുന്നത് ഇപ്പോൾ രേഖാമൂലം കേരളത്തിൻ്റെ സ്ഥലത്താണെങ്കിലും ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ പണി നടക്കണമെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ പാസ്സായ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ബോർഡ് ഇപ്പോൾ മാറ്റണം. അപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ബോർഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ആ ഒരു തീരുമാനം ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസ് ജീപ്പും എല്ലാം ഇവിടെ നിൽക്കുന്നതും അപ്പുറം നിൽക്കുന്നതും. ചെറിയൊരു ടൗൺ ആട്ടോ. നിരവധി ബസ്സുകൾ KSRTC പ്രൈവറ്റ് ബസ്സുകളൊക്കെ വന്നിട്ടാണ് ഇവിടുന്ന് തിരിക്കൽ. ഒരുപാട് വർഷങ്ങളായിട്ടോ. ഇവിടെ നീലഗിരി കോളേജ് ഇവിടെയാണ്. ഒരുപാട് മലയാളീസ് ഒന്നിച്ച് സ്നേഹത്തോടെ താമസിക്കുന്ന കുറേ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്തായാലും രണ്ടു കൂട്ടരും ഇപ്പോൾ ചെറിയൊരു തർക്കത്തിലാണ്. അപ്പോൾ തമിഴ്നാട് പോലീസ് ഇപ്പുറമുണ്ട്, കേരള പോലീസ് അപ്പുറമുണ്ട്. ഇത് എന്ത് തീരുമാനത്തിലേക്കാവും എങ്ങനെ ആവും ഇനി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. മറ്റന്നാളത്തേക്കാണ് ഇതിൻ്റെ ഫൈനൽ ചർച്ച വെച്ചിട്ടുള്ളത്. ജയരാജ് വത്തേരി, ന്യൂസ് 80 ചാനൽ കേട്ടോ. ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് നമ്മളെ ഫ്രണ്ടാണ്, നമ്മളറിയുന്നതാണ്. നിരവധി ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റേജ് പെർഫോമറാണ്, എല്ലാവർക്കും അറിയാം ജയരാജിനെ. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ നമ്മുടെ എന്താ രാത്രി യാത്രാ നിരോധനം ആ ഫസ്റ്റ് വിഷയം വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്തത് മൂപ്പരാണ് അല്ലേ? അതിനുശേഷം അല്ലേ എല്ലാവരും. അതേപോലെ തന്നെ ഇന്നിപ്പോൾ വലിയൊരു സംഭവം ഫസ്റ്റ് റിപ്പോർട്ട് മൂപ്പരാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ താളൂര് കേരളം തമിഴ്നാടും തമ്മിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു അതിർത്തി പ്രശ്നം. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ജസ്റ്റ് ഇദ്ദേഹം ഇപ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ ജയരാജന് എന്താണ് മനസ്സിലായതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് ഇവിടുത്തെ തർക്കം? സത്യത്തില് പലർക്കും എന്താണെന്ന് മനസ്സിലാവാത്തൊരു അവസ്ഥയുണ്ട്. കാരണം ഞാൻ പലരായിട്ട് സംസാരിച്ചപ്പോൾ അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യാൻ കേട്ടോ. അത് സത്യത്തില് ഇതിൽ ചെറിയൊരു അതിർത്തി തർക്കമാണത്. കാരണം നമ്മളെ താളൂര് ആ ചെക്ക് പോസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ കേരളത്തിൻ്റെതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന് രേഖകളുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മളവിടെ ഒരു ബസ് വേക്കുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ അതിന്റെ ഫണ്ടും പാസ്സായതാണ്. 50 ലക്ഷം 60 ലക്ഷം പാസ്സായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബോർഡ് തടസ്സമാണ്, അതായത് തമിഴ്നാടിന്റെ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒരുപാട് കാലമായിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു കടയുടെ, അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്, ആ കടയുടെ ഒരു നികുതി സംബന്ധമായ ഒരു വിഷയത്തിലാണ് ഇത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇതെല്ലാം കുറേ ഭാഗങ്ങളും കേരളത്തിൻ്റെതാണെന്ന് പറയുന്നു. അങ്ങനെ തന്നെ നമ്മുടെ നെന്മേനി പഞ്ചായത്തിൽ അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു തർക്കമായ സമയത്താണ് 2016 അന്നത്തെ തഹസിൽദാരന്മാരും അതുപോലെ തന്നെ കളക്ടർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടി ഇതൊരു ചർച്ച നടത്തി 2 പേർക്കായിട്ട് വീതിച്ചു അതിനൊരു രേഖ ഉണ്ടാക്കി. ആ രേഖ നമ്മുടെ ഈ പറയുന്ന നെന്മേനി പഞ്ചായത്തിലുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു സംഘടനയാണ് ഇതിനെ എതിർക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഈ ഹൈവേ റോഡ് ഉണ്ടല്ലോ, ആ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേരളത്തിന് അധീനപ്പെടുത്തിയ സ്ഥലത്ത് കേരളം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് വെക്കരുതെന്നാണ് ഈ ഒരു സംഘടന പറയുന്നത്. അപ്പൊ അവരതിനെ എതിർക്കുകയും അതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നതിൻ്റെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പൊ സത്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടില് നിരവധി മലയാളികളുണ്ട്. ഇപ്പൊ ഈ താളൂരാണെങ്കിലും എറണാകുളം പാട്ടവരൊക്കെ. അപ്പോൾ അവരും അവിടെയുള്ള തമിഴരൊക്കെ വളരെ സൗഹൃദത്തിലാണ് പോകുന്നത്. അപ്പൊ സർക്കാരിന് ഇതിന് വലിയ പങ്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഘടന അതായത്. അപ്പൊ അവരാണ് ഇപ്പൊ അതിനെ എതിർപ്പ് നിന്നിട്ടില്ല. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ചർച്ച ഉണ്ടാകുന്നതാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചർച്ച കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു 50 ലക്ഷം രൂപ പാസ്സായിട്ടുള്ള ഒരു ബസ്, ഇവിടെ ബസ്സൊക്കെ കണ്ട ഇപ്പൊ തന്നെ 2 ബസ്സുണ്ട്, തിരിക്കാനുള്ള സൗകര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ ഒരു ബോർഡ് ഉണ്ട്. ഇപ്പോൾ ജയരാജ് പറഞ്ഞ പോലെ ആ ബോർഡ് ഇപ്പോൾ ഞങ്ങളിവിടെ കണ്ടു. ആ ബോർഡ് അവിടുന്ന് മാറ്റിയാൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ പണി അവിടെ നടക്കുള്ളൂ. പക്ഷെ ആ ബോർഡ് ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പൊ നാളത്തെ ഒരു ചർച്ച ഉണ്ട് അല്ലേ, അതിൽ തീരുമാനമാവുന്ന 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ അത് പിന്നെ ന്യൂസ് 80 കേരളം ചാനലിന് വേണ്ടിയിട്ട് ജയരാജ് ഷൂട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഞാനും ഒപ്പം കൂടിയത്.